ദർശന. എന്തായാലും ഇപ്പൊ അവരവിടെ സംസാരിക്കില്ലേ, ഇപ്പൊ നമുക്ക് സംസാരിക്കാം. ഓ ദർശന വാ. ഈ നാട്ടുകാര് പലതും പറയും. ഇപ്പൊ നാട്ടുകാര് പറഞ്ഞ് നമ്മൾ ഒരാളെ പറ്റി ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇല്ല, പാടില്ല. അപ്പൊ വാസുണ്ണന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് വാസുണ്ണൻ പറയണം. രഹസ്യം 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 രഹസ്യം. ആ കുട്ടി, രഹസ്യങ്ങളൊന്നുമില്ലാത്ത ഒരു ഓപ്പൺ പുസ്തകമാണ് ഞാൻ. എന്നെ ആർക്ക് വേണമെങ്കിലും വായിക്കാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അങ്ങനെ ഓപ്പൺ ആവില്ലെന്നല്ലേ എന്നോട് മുമ്പ് ഉപദേശിച്ചത്? അല്ല, അങ്ങനെ പെട്ടെന്ന് പരിചയപ്പെടുന്നവരോട് ഓപ്പൺ ആവാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ഇത് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇത് പറയണ കാര്യം മനസ്സിലാക്ക്. ഇപ്പൊ കുട്ടിക്ക് എന്നെ പറ്റി എന്തെങ്കിലും ആരെങ്കിലും വഴി അറിയണമെന്ന് വിചാരിച്ചോ? അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്റെ ഉണ്ടോ? എല്ലാത്തിന്റെ തെളിവ് എന്റെ ഉണ്ട്. എന്റെ പേരിൽ നമ്മളെ 4 ആൾ അറിയുമ്പോ ഉണ്ടല്ലോ, നാട്ടില് എന്ത് ചെയ്തിട്ടും കുണം പിടിക്കാത്ത ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറെ നായ്ക്കള് നമ്മളെ എടുത്ത് വെച്ച് പണിയും. മനസ്സിലായ? നമ്മുടെ പേരും നമ്മുടെ കാര്യങ്ങളും അതിനകത്ത് വരുമ്പോഴേ അവർക്ക് എന്തെങ്കിലും 4 ആൾ അവരെ അറിയുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യും? മാങ്ങയുള്ള മാവില് കല്ലെറിയും. മനസ്സിലായ? അപ്പൊ ഇതാണ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യം. അതാണ് സത്യം പറഞ്ഞ. അപ്പൊ നമ്മളെ 4 ആൾക്ക് അറിയാവുന്നത് കൊണ്ടും 4 പേർക്ക് അറിയാവുന്നത് കൊണ്ടും നമ്മളെ പറ്റി എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വേറെ കുറെ അവന്മാർ അവിടെ വരും. ഇത് നമ്മുടെ സൈഡ് കേൾക്കാതെ ഇതാണ് സത്യം എന്ന് പറഞ്ഞ് വിളിച്ചു പറയണ അവന്മാരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. അപ്പൊ കുട്ടിക്ക് എന്നെ പറ്റി എന്തെങ്കിലും ഈ സിറ്റിയിൽ എന്തെങ്കിലും അറിയുവാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം എന്നോട് വന്ന് ചോദിക്കുക, അത് സത്യമാണോ അല്ലയോ. ഞാനിങ്ങനെ ചെയ്യത്തുള്ളൂ. നമുക്കറിയാവുന്ന ഒരാളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ നമുക്ക് പരിചയമുള്ള ആളോടല്ലേ ചോദിക്കേണ്ടത്, അല്ലാതെ അവര് പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? അതെ 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 അതെ. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അതാണ് പ്രശ്നം. പക്ഷെ നേരെ ഇങ്ങനെയാണ്, ഞാൻ ആളോട് വിളിച്ച് ചോദിക്കത്തുള്ളൂ. ആണല്ലേ? അത് നല്ല കാര്യം. അത് നല്ലൊരു കാര്യമാണ്. ചിലപ്പോ അവരുടെ വ്യൂ പോയിന്റ് വെച്ച് നോക്കുമ്പം അവരുടെ ഭാഗത്തായിരിക്കും ചിലപ്പോ ന്യായം ഉണ്ടായിരിക്കുക. അത് നമുക്കറിയത്തില്ലല്ലോ. അതെ അതെ അതെ, അത് ശരിയാണ്. അപ്പുക്കുട്ടനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരുന്നു ശരിക്കും? അവൻ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടായിരുന്നു. മീൻസ് ഇപ്പൊ എനിക്ക് നമുക്കിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും മീൻസ് എന്താ പറയാ, ഇപ്പം നമുക്കിപ്പോ എന്തിനേതിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഉറപ്പുള്ള ഒരു ആളുണ്ടല്ലോ. മീൻസ് നമുക്കൊരു അപകടം പറ്റിയാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി, എനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ടൈമില് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് കോൾ എടുക്കും, നമുക്കൊരു വിശ്വാസമുള്ളൊരു കുറച്ചു പേരെ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. അപ്പം എനിക്ക് അവന്റെ ഫ്രണ്ട്ഷിപ്പ് അത്രയും ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്ടം തോന്നി. പക്ഷെ അപ്പൊ അവൻ എന്നെ ഫ്രണ്ടായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം എനിക്ക് കേട്ടപ്പോ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ഒരാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? അതൊരിക്കലും അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് മറക്കാൻ പറ്റുമെങ്കിൽ മറക്കുക, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ. അതും ശരിയാണ്. പക്ഷെ എന്തായാലും നമുക്കൊരു റിഗ്രറ്റ് അടിക്കത്തില്ലല്ലോ, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നാളെ നമുക്ക് തോന്നത്തില്ലല്ലോ. അത് ശരിയാ. എന്റെ സൈഡ് ഞാൻ ചെയ്തു. പക്ഷെ ഓപ്പോസിറ്റ് ഒന്ന് ഇങ്ങനെ വന്നപ്പോ വിഷമല്ലേ നമുക്ക്. ചിലപ്പോ അതൊക്കെ മറന്ന് നമുക്ക് നല്ലൊരു ജീവിതം ചിലപ്പോ കിട്ടുമായിരിക്കും. നമ്മളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട ഉണ്ടാവല്ലോ. പക്ഷെ അപ്പുക്കുട്ടൻ ഇതായതുകൊണ്ട് എനിക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ലല്ലോ, നമ്മളെ സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. അതും ശരിയാണ്. അവർക്കായിരിക്കും നമ്മളോട് നല്ല പ്യുവർ ആയിട്ടുള്ളൊരു ഇഷ്ടവും എല്ലാം ഉണ്ടാവുക. നമ്മളോടൊന്നും ആരും ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാനോ. ഫുഡ് കഴിച്ചായിരുന്നു. മട്ടൻ മന്തി, മട്ടൻ മദ്ഫൂൺ കഴിച്ചു. പറഞ്ഞോ. ഇങ്ങനെയൊക്കെ നമ്മളോട് ആളുകളൊക്കെ ഒന്ന് ചോദിക്കാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? ഉറപ്പായിട്ടും. അങ്ങനെ ഒരാളുണ്ടാവുകയെന്ന് വിചാരിച്ചാ അതൊക്കെ ഭാഗ്യം ചെയ്തവർക്കേ ഉണ്ടാകത്തു. അത് ശരിയാ.
ദർശനയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന പോലത്തെ ഒരാളെ കിട്ടട്ടെ. എവിടെയെങ്കിലും ഉണ്ടാവും. എവിടെയെങ്കിലൊക്കെ കാണുമായിരിക്കും. അതെ അതെ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. നമ്മൾ കണ്ടുമുട്ടേണ്ട സമയമാകുമ്പം ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് എന്തായാലും കൊണ്ട് തരുമല്ലോ. പിന്നെ എവിടെ പോവാനാ? എല്ലാവരുടെയും തലയിൽ ഒരെണ്ണം വിധിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. കറക്റ്റ് സമയത്ത് ഈ പോലെ മഴ പോലെ വന്ന് വീഴും. അതെ അതെ, പക്ഷെ ആ മഴ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതെ 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 അതെ. പിന്നെ എപ്പോഴും മഴ പെയ്യൂലല്ലോ. അതെ, അതാണ് സത്യം. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും മഴ പെയ്യത്തില്ലല്ലോ. അതെ അതെ അതെ, അത് ശരിയാ. ഈ സമയത്ത് ഹലോ ഹലോ. கோஷ் പറഞ്ഞു. ஓகே ஓகே. இல்ல இவ்வளவுதான் இருக்கீங்களான்னு பார்த்தேன், காணுமே சுத்துவத்த இடத்துல. ഞാൻ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ട്. ഇതിന്റെ വെളിയിലിറങ്ങാനുള്ള വഴി അരമണിക്കൂറായിട്ട് തപ്പണം. அதுக்கு தானே ஹெலி எடுத்துட்டு வந்து வச்சிருக்கேன் இவட. അല്ലേ, ഞങ്ങള് നടക്കുവായിരുന്നേ കോച്ച്. சரி சரி சரி. ஓகே ஓகே. நான் அவட்ட பறஞ்சிட்டுறா. ഓക്കെ. ഞാനെവിടെയെന്ന് പറഞ്ഞോളൂ. എന്താണ് ഒന്ന് പറഞ്ഞോ. ഞാനാണ് ഇപ്പൊ മുഴുവൻ സംസാരിക്കുന്നത്. എന്താ ഇങ്ങോട്ടൊന്ന് പറ. എനിക്കങ്ങനെ പെൺകുട്ടികളോട് അധികം സംസാരിച്ചൊരു ഇത് ശീലമില്ല, അതുകൊണ്ടാ. ഓ, ദർശനം പറഞ്ഞോ. അല്ല എനിക്ക് അത്രയ്ക്കേ ഉള്ളൂ പറയാൻ. എടാ, എന്റെ ഫ്ലേട്ടിംഗ് സ്കിൽസ് എല്ലാം പോയടാ. പിന്നെ വാസു അണ്ണന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമാരിയ? ഹലോ, സൂസൻ എവിടെ? സൂസൻ പോയി. അത്ര ഇഷ്ടായിരുന്നു? യെസ്. ഇനി സൂസൻ തിരിച്ചു വന്നാലോ? സൂസൻ തിരിച്ചു വരില്ല. ഞാൻ വിഷമിപ്പിച്ചോ? ഇല്ല. സൂസന്റെ കാര്യത്തിൽ നിന്ന് ഞാൻ ഓൾറെഡി മൂവ് ഓൺ ചെയ്ത്. അല്ല, ജീവിതമല്ലേ, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിരുന്നായിരുന്നെങ്കിൽ ഈ ടി വി എന്ന് പറയുന്ന ഗ്യാങ് ഇവിടെ നമ്പർ 1 ആയിട്ട് നിൽക്കുവോ? അത് ശരിയാ. വിഷമമുണ്ട്, പക്ഷെ അതെന്നെ ബാധിച്ചിട്ടില്ല. നമ്മൾ ഒന്നിലും തളരാൻ പാടില്ലെന്ന് എനിക്കിത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഉറപ്പായിട്ടും. ഹായ് കൊമ്പൻ. കൊമ്പനോ? എന്റെ വണ്ടിയുടെ പേരാ. ഓ, ഓക്കെ. കപ്പിളാർപ്പിൽ ഓടിക്കുന്നത്. സമയത്തിയടാ. ഇതാ എന്റെ വണ്ടി കൊമ്പൻ. വണ്ടി സൂപ്പർ ആയിട്ടുണ്ട്. അണ്ണ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. ദർശന ഹാപ്പി അല്ലേ? ഓ, ഞാൻ ഹാപ്പിയാണ്. അതറിഞ്ഞാ മതി.